സനോജ് I am healthy. Question എന്താ? What does സനോജ് reply എന്നാണ്. അതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? സനോജ് ആൻസർ രണ്ടാമത്തെ തന്നെയാണ്. സനോജ് എന്ത് ചെയ്തിരിക്കുന്നു? ഡസ് റിപ്ലൈ എന്നാണ്. ഡസ് പ്ലസ് റിപ്ലൈ എങ്ങനെ എഴുതും? റിപ്ലൈസ്. സനോജ് റിപ്ലൈസ്. സനോജ് റിപ്ലൈസ്. ഇനി ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താണ്? I am healthy. ഇത് അസർട്ടീവ് സെന്റൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനാൽ ഇവിടെ നമുക്ക് കണക്റ്റിംഗ് വേർഡ് ദാറ്റ് എന്ന് ഉപയോഗിക്കണം. അപ്പോൾ റിപ്ലൈസ് ദാറ്റ്. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സബ്ജക്റ്റ് ഓൺ ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അത് എന്തായിട്ട് മാറും? അത് തേർഡ് പേഴ്സൺ ആയിട്ട് മാറും. ഐ എന്ന് പറയുന്ന ആരെ റെപ്രസെന്റ് ചെയ്യുന്നു? സനോജിന്റെ ജെൻഡർ എന്താ? മെയിൽ. അത് മെയിൽ ആയതുകൊണ്ട് ഇത് എന്തായിട്ട് മാറും? ഹി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഹി. ഇനി ഇവിടെ എന്താ? ആം എന്ന് പറയുന്ന പ്രസന്റ് ആണ്. ഇവിടുത്തെ മെയിൻ വെർബ് ഏതാ? റിപ്ലൈസ്. ആ റിപ്ലൈസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് ആണ്. അത് പ്രസന്റ് ആയതുകൊണ്ട് ഈ ആം എന്ന് പറയുന്ന വെർബും ഇവിടെ പ്രസന്റ് ആയിട്ട് തന്നെ വരണം. ആമിനെ ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ ഈസ് എന്ന് മാറ്റണം. ഹി ഈസ് ഹെൽത്തി. അത് അതുപോലെ തന്നെ എഴുതണം, ഹെൽത്തി. മനസ്സിലായല്ലോ? ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. എല്ലാവർക്കും 1 മാർക്ക് ഇതിനകത്ത് വാങ്ങാൻ കഴിയും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച് വാങ്ങാം. എല്ലാവരും എൻ്റെ ഈ ക്ലാസ് കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് കൊടുക്കുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം. എൻ്റെ ക്ലാസ് ശ്രമിക്കുന്ന ഏവർക്കും താങ്ക്സ്.